ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലല്ലേ ഈ അംഗീകാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു താരമാണ് ഇന്ന് വൈഭവ് സൂര്യവംശി. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ ജേഴ്സി ഇന്ന് നമ്മുടെ പയ്യന് കിട്ടിയേക്ക. നേരെ പോണ എവിടേക്കെന്ന് അറിയാമോ? അയർലൻഡായിട്ടുള്ള T20 സീരീസിൽ സീനിയർ ടീമിനൊപ്പം ഫ്ലൈറ്റിലുള്ള യാത്രകൾ, ആ ഫോട്ടോസൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ BCCI തന്നെ ജേഴ്സി കൊടുക്കണ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടാൽ വിചാരിക്കുന്നു. ഈ ഒരു പ്രത്യേകിച്ച് ഒരു ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷം കേട്ടോ. അതുപോലെ തന്നെ വലിയൊരു സല്യൂട്ട് വൈഭവിൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാം കേട്ടോ. മകൻ്റെ സ്വപ്നത്തിനായിട്ട് അവർ നടത്തിയ ത്യാഗങ്ങളുടെയും ഡെഡിക്കേഷൻ്റെയൊക്കെ ഒരു റിസൾട്ട് അല്ലേ ഇന്ന് ആ സ്വന്തം മകൻ ആ ജേഴ്സിയൊക്കെ വാങ്ങിച്ചപ്പോൾ കിട്ടിയ സന്തോഷം പിന്നെ പറഞ്ഞറിയിക്കേണ്ടവരല്ലേ. അതും വെറും 15-ാം വയസ്സിൽ. ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് ഇതിനു മുമ്പ് ക്രിക്കറ്റിൻ്റെ ദൈവം എന്നറിയപ്പെടുന്ന സച്ചിൻ തെണ്ടുൽക്കർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ദേ നമ്മുടെ ഈ പയ്യൻ ഇന്ത്യ അണ്ടർ-19 ടീമിലും ടീമിലൊക്കെ കളിച്ച് ഇപ്പോൾ ദേ സീനിയർ ടീമിലും ആ ജേഴ്സി കിട്ടിയപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നൊരു ആരാധന എന്ന നിലയിൽ നമുക്ക് ഭയങ്കര സന്തോഷം എടുത്തിട്ടോ. അതോ ജേഴ്സി നമ്പർ 3 ഇതിനു മുമ്പ് ഹർഭജൻ സിംഗിനും സുരേഷ് റെയ്നയ്ക്കുമാണ് ഈ 3-ാം നമ്പർ കിട്ടിയാണ്. ഇപ്പോൾ ദേ വൈഭവ് സൂര്യവംശിയും കിട്ടി. ഇനി അയർലൻഡ് ഇംഗ്ലണ്ട് സീരീസ് T20 സീരീസൊക്കെ നടക്കണേ. നമ്മളെ കേരളത്തിൻ്റെ മൊത്ത് സഞ്ജുവും ജോയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് അവ ഓപ്പണിങ്ങൊക്കെ നടക്കണേ. സംഭവമില്ലേ ബഹുലായിരിക്കും. ഇനി അങ്ങോട്ട് T20 ക്രിക്കറ്റ് വേറൊരു ഫോർമാറ്റിലേക്ക് മാറുമെന്നാണ് തോന്നണേ. വൈഭവ് സൂര്യവംശിയാണ് ഓപ്പണിങ്ങിനെങ്കിൽ. വൺ ഡേയിൽ ടീമായിട്ട് കളിച്ച് ശ്രീലങ്ക ടീമായിട്ട് കളിച്ച മാച്ച് ഇങ്ങനെ കണ്ടിട്ടാവൂലേ. എന്തുട്ടാ കാണിച്ചു കൂട്ടിയേ. അപ്പം ഇനി 2020 വന്നെ. എന്തായാലും അയർലൻഡ് കരുതിയിരുന്നോ 2-1 ഈ പ്രാവശ്യം നടന്നിരിക്കും, അത് ഉറപ്പാണ്.